നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, സ്കോളർഷിപ്പ് സെക്ഷനെ പറ്റി ഒരു വളരെ ലളിതമായ പ്രസൻറ്റേഷനുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കോളേജ് തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും DCE പ്രൊവൈഡ് ചെയ്യുന്നതും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതുമായ വിവിധ സ്കോളർഷിപ്പുകൾ പല കാറ്റഗറിയിലായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു 10 ലെവലിലുള്ള DCE ഡയറക്ടറേറ്റ് ഓഫ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ്റെ പോർട്ടൽ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന സ്റ്റേറ്റ് ലെവൽ സ്കോളർഷിപ്സും ഒരു 7 നാഷണൽ ലെവൽ സ്കോളർഷിപ്സുമാണ് നമുക്ക് അവൈൽ ചെയ്യാവുന്നത്. അപ്പോൾ അതേപ്പറ്റിയുള്ള വളരെ സരളമായ ഒരു പ്രസൻറ്റേഷനുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. വിവിധ തരം സ്കോളർഷിപ്പുകൾ നമുക്കുണ്ട്. കോളേജ് അവയൊക്കെ നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. ആദ്യമായിട്ട് 10 സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുകളാണ് നമുക്ക് കോളേജ് തലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്, DCE ഓഫർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്സ് ഏതൊക്കെയാണ്, DCE വെബ്സൈറ്റിൽ അവൈലബിൾ ആയ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇത് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ ഫസ്റ്റ് ഇയർ UG ആൻഡ് PG സ്റ്റുഡൻസ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 50% മാർക്കാണ്. അതായത് നിങ്ങളുടെ ക്വാളിഫയിങ് പരീക്ഷയിൽ നിങ്ങൾക്ക് 50% മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം. പിന്നെ ആനുവൽ ഇൻകം 1 lakh. അതിനൊരു എക്സംഷൻ അവൈലബിൾ ആണ്. എക്സംഷൻ ഓഫ് ആനുവൽ ഇൻകം ബേസ്ഡ് ഓൺ മെറിറ്റിനനുസരിച്ച് എക്സംഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് എക്സംഷന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ UG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് 1250, PGക്കാർക്ക് 1500. അപേക്ഷിക്കുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് നീഡഡ്: രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് വിത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC and +2 മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, പാസ്ബുക്ക് copy, that is of the personal account, and a copy of the Aadhaar. ഇനി ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരു സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLCക്ക് ഫുൾ A+, കേരള സ്റ്റേറ്റ് സിലബസിൽ SSLCക്ക് ഫുൾ A+ വേണം. പിന്നെ +2 അല്ലെങ്കിൽ VHSC, പോളിടെക്നിക് ഓർ ITI ഇതിൽ ഏതെങ്കിലും ഒന്ന് ബിരുദത്തിന് മുമ്പായിട്ട് ഫിനിഷ് ചെയ്തിരിക്കണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. ലഭിക്കാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1250 രൂപയാണ്. ഇവിടെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല, എന്നാലും ഉണ്ട്. രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് വിത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC, +2 മാർക്ക് ലിസ്റ്റ്, പാസ്ബുക്ക് കോപ്പി ഓഫ് ദി പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ആധാർ കോപ്പി. ഇതാണ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. തേർഡ് വൺ, മെറിറ്റ് സ്കോളർഷിപ്പ് ടു ദി ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്. സ്കൂൾ അധ്യാപകരുടെ മക്കൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഗവൺമെന്റ് കോളേജ് തലത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ക്വാളിഫിക്കേഷൻ ഇതാണ്: UG ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന്റെ മകൾ ആകണം. ഇതാണ് ക്വാളിഫിക്കേഷൻ. എമൗണ്ട് തുക അല്പം കുറവാണ്, 50 രൂപ പെർ മന്ത് ആണ്. ഡോക്യുമെന്റ്സ് നീഡഡ് ആർ registration print out with passport size photo, SSLC and +2 mark list, passbook copy of the personal account, Aadhaar copy. ഇവയ്ക്ക് പുറമെ പേരന്റിന്റെ സാലറി അഫിഡവിറ്റ് വേണം. അതില് ലെസ് ദാൻ 1 lakh ആണ് സാലറി എന്ന ഒരു സാലറി അഫിഡവിറ്റും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതാണ് മെറിറ്റ് സ്കോളർഷിപ്പ് ടു ദി ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്, ദാറ്റ് ഇസ് കാറ്റഗറി നമ്പർ 3. ഇനി 4ാമത് ഉള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഹിന്ദി വിദ്യാർത്ഥികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ക്വാളിഫിക്കേഷൻ നമ്മുടെ കോളേജ് തലത്തിലെ ഹിന്ദി കോമൺ കോഴ്സായിട്ട് എടുത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആവണം. എമൗണ്ട് ₹500 to 1000. ഡോക്യുമെന്റ്സ് നീഡഡ്: registration print out with passport size photo, SSLC, +2 mark list, nativity certificate, income certificate, passbook copy, that is of the personal account, and Aadhaar copy.
അത് 4ാമത്തെ കാറ്റഗറി. ഇനി കാറ്റഗറി നമ്പർ 5, സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ക്വാളിഫിക്കേഷൻ. ഇത് BPL സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. മിനിമം 50% മാർക്കെങ്കിലും ക്വാളിഫയിങ് എക്സാം, ഇപ്പോൾ ബിരുദത്തിന് മുമ്പ് ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്നത് +2 പരീക്ഷയാണ്. അതിന് ചുരുങ്ങിയത് 50% മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം. കിട്ടാവുന്ന എമൗണ്ട് അല്പം വലിയ എമൗണ്ട് ആണ്, 10,000 രൂപ. എമൗണ്ട് ഇസ് 10,000. ഡോക്യുമെന്റ്സ് നീഡഡ്: രജിസ്ട്രേഷൻ, പ്രിന്റ് ഔട്ട് വിത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC, +2 മാർക്ക് ലിസ്റ്റ്, പാസ്ബുക്ക് ആൻഡ് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കോപ്പി. സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് അല്പം ഇമ്പോർട്ടൻ്റ് ആയ സ്കോളർഷിപ്പാണ്. BPL വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ബ്ലൈൻഡ് ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻറ് സ്കോളർഷിപ്പ്. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച്ഡ് ആയ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ബ്ലൈൻഡ് സ്റ്റുഡൻസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇൻകം 2.5 lakhs. Then all physically handicapped students would be provided hostel fees and they have to prove that the family income is below 4.5 lakhs. അങ്ങനെ 2 കാറ്റഗറിയാണ്. ബ്ലൈൻഡ് സ്റ്റുഡൻസിന്റെ ആനുവൽ ഇൻകം, പേരൻസിന്റെ ആനുവൽ ഇൻകം 2.5 ലക്ഷമാണ് അവർ പറയുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസ് ഇളവുണ്ടാകും. അവർക്ക് ഫാമിലി ഇൻകം below 4.5 lakhs. And documents that are to be produced are registration printout with passport size photo, SSLC, +2 mark list, nativity certificate, income certificate, medical certificate. ഇത് ഒരു അഡീഷൻ ആണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ് എന്നുള്ളതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തത് പ്രൂവ് ചെയ്യണം. Then you have to prove that you are a student who stays in the hostel. ഒരു ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പാസ്ബുക്കിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി. ഇതാണ് 6ാമത്തെ കാറ്റഗറി, ബ്ലൈൻഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻസ് സ്കോളർഷിപ്പ്. പിന്നെ അല്പം പ്രസ്റ്റീജിയസ് ആയ ഈ സ്കോളർഷിപ്പ് ആസ്പയർ സ്കോളർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്വാളിഫിക്കേഷൻ PG, MPhil, PhD സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് DCE വെബ്സൈറ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. മ്യൂസിക് ഫൈൻ ആർട്സ് സ്കോളർഷിപ്പ് സംഗീതത്തിനും ഫൈൻ ആർട്സിനും ഒക്കെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഡോക്യുമെന്റ്സ് നീഡഡ് എന്ന് പറയുന്നത് SSLC, +2 മാർക്ക് ലിസ്റ്റ് കോപ്പി, പാസ്ബുക്ക് കോപ്പി ആൻഡ് ആധാർ കോപ്പി. അത് കാറ്റഗറി നമ്പർ 8. പിന്നെ 9ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഫോർ ഡിപ്പെൻഡൻസ് ഓഫ് ജവാൻസ്. അതായത് ജവാന്മാരുടെ മക്കൾക്ക്, ഡിപ്പെൻഡൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് DCE സൈറ്റിൽ അവൈലബിൾ ആണ്. ദയവായി റെഫർ ചെയ്യുക. ഡോക്യുമെന്റ്സ് നീഡഡ്: SSLC, +2 മാർക്ക് ലിസ്റ്റ് കോപ്പി, പാസ്ബുക്ക് കോപ്പി ആൻഡ് ആധാർ കോപ്പി. പിന്നെ 10ാമത്തെ കാറ്റഗറി മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പ്. ഇവിടെ BPL ഫാമിലി ആവണം, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആവണം, മേൽപ്പറഞ്ഞ കമ്മ്യൂണിറ്റി ആവണം. എമൗണ്ട് ₹125. Documents needed: registration printout with passport size photo, SSLC, +2 mark list, income certificate, passbook copy and Aadhaar copy. അപ്പൊ ഇങ്ങനെ 10 സ്കോളർഷിപ്സ് ആണ് DCE സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്സ് എന്ന് പറയുന്നത് ഈ 10 കാറ്റഗറിയിൽ വരും. ഇനി നമുക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബിരുദ വിദ്യാർത്ഥിനിക്ക്, PG വിദ്യാർത്ഥിനിക്ക് ഒക്കെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ് എന്ന് നോക്കാം. വെബ്സൈറ്റ് ഇസ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. Please go to that site and search for further details. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ പ്രസന്റേഷനിലൂടെ നമ്മൾ തരുന്നത്. സൈറ്റിൽ പോയി കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്.
ആദ്യത്തേത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിന് വേണ്ടി. എമൗണ്ട് ഹോസ്റ്റലർ ആണെങ്കിൽ 570 രൂപയും ഡേ സ്കോളർ ആണെങ്കിൽ 300 രൂപയും ആണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ഉള്ളത്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉള്ളതാണത്. ഇനി അടുത്തത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. അവിടെ എമൗണ്ട് അല്പം കൂടുതലാണ്, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്, 10,000 രൂപ. അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ദാറ്റ് യു ആർ എലിജിബിൾ. സർട്ടിഫിക്കറ്റ് ഷോയിങ് ഡിസബിലിറ്റി ഓഫ് 40% ഓർ മോർ. ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. Issued by a medical officer not below the rank of a civil surgeon of a government medical institution in the case of applicants claiming physically challenged status. Caste certificate issued by a competent authority in the case of applicants claiming SC, ST, OBC status. Income certificate in the case of those who claim OBC reservation. That is issued by revenue authorities, for example, village officer. അപ്പോൾ അതാത് കാറ്റഗറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സ്, എക്സെംഷൻ അല്ലെങ്കിൽ റിലാക്സേഷന് നമ്മൾ എലിജിബിൾ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. തുക കാര്യമായിട്ടുണ്ട്, 10,000 രൂപയാണ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്സ്. അത് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ അവൈലബിൾ ആണ്. അത് ആ കാറ്റഗറിയിൽ നമുക്ക് 2 സ്കോളർഷിപ്സ് ആണ് അവൈൽ ചെയ്യാവുന്നത്. ഒന്ന് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. അത് ഏത് വിദ്യാർത്ഥിനികൾക്കാണെന്ന് ചോദിച്ചാൽ മുസ്ലിം, ലാറ്റിൻ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഹു ആർ നേറ്റീവ്സ് ഓഫ് കേരള. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള കുട്ടികളാവണം. മുസ്ലിം, ലാറ്റിൻ ആൻഡ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ. പിന്നെ അവർ പഠിക്കുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാവണം. പിന്നെ അവർക്ക് 50% മാർക്ക് ക്വാളിഫയിങ് എക്സാമിൽ ലഭിച്ചിരിക്കണം. ആൻഡ് ഇൻകം അപ്പർ കട്ട് 8 lakhs ആണ്. ഇതിന്റെ തുക എന്ന് പറയുന്നത് UG വിദ്യാർത്ഥിനികൾക്ക് 5,000, PG 6,000, ഹോസ്റ്റലർ 13,000. Documents needed: registration printout with passport size photo, SSLC, +2 mark list, passbook copy of the personal account and Aadhaar copy. രണ്ടാമത്തെ മൈനോറിറ്റി സ്കോളർഷിപ്പ് ഇതാണ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. That is given to Muslim, Latin, converted Christian community who are natives of Kerala, who study in government or aided institutions, who have scored more than 50% marks and whose income are less than 8 lakhs. Amount not mentioned, and you have to have certain documents here: registration printout with passport size photo, SSLC, +2 mark list, passbook copy, personal account and Aadhaar copy. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് ആണ്. സൈറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഈ സൈറ്റിൽ പോയാൽ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ജസ്റ്റ് അതിന്റെ ഇൻഫർമേഷൻ മാത്രം ഇവിടെ സ്റ്റേറ്റ് ചെയ്യാം. അതിന്റെ കാറ്റഗറി ഇതാണ്. അതിന്റെ ഏത് സ്റ്റുഡൻസിനാണ് അവ ലഭിക്കുക എന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ് ഹു ഹാവ് ലോസ്റ്റ് ദർ ഫാദർ ഓർ മദർ. അച്ഛനോ അമ്മയോ മരണപ്പെട്ടു പോയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം. എമൗണ്ട് 10,000. ഡോക്യുമെന്റ്സ് നീഡഡ് ഇതൊക്കെയാണ്: ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വേണം, റേഷൻ കാർഡിന്റെ കോപ്പി, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ജോയിന്റ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി ആൻഡ് ആധാർ കോപ്പി. ഇതൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ക്രെഡൻഷ്യൽസ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അച്ഛനോ അമ്മയോ മരണപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇനി ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്സ്. സൈറ്റ് HES. ഇത് എയ്ഡഡ് കോഴ്സ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഉള്ള ഒരു സ്കോളർഷിപ്പാണ്. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഒരേ ഒരു കാറ്റഗറിയിൽ മാത്രമേ അവ ലഭിക്കൂ.
only for aided course students, as I stated right now, amount first year 12,000 ആണ്, second year 18,000, third year rupees 24,000. ഇതാണ് ബിരുദ വിദ്യാർത്ഥിനികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഫസ്റ്റ് ഇയറിൽ 12,000, സെക്കൻഡ് ഇയറിൽ 18,000, തേർഡ് ഇയറിൽ 24,000. പി ജി ആണെങ്കിൽ ഫസ്റ്റ് ഇയറിന് 40,000, സെക്കൻഡ് ഇയറിൽ 60,000 ഉണ്ട്. മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റ്സ് നീഡഡ്, അതാത് കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് അക്കാഡമിക് ആയിട്ട് നമ്മൾക്ക് മുൻപന്തിയിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും മാൻഡേറ്ററി ആണ്, അതായത് കമ്പൽസറി ആണ്. പിന്നെ നമുക്കുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് 5 സ്റ്റുഡൻസ്, UG, +2 സ്റ്റേറ്റ്, PG and UG of the Calicut University. ഇതും എയ്ഡഡ് കോഴ്സ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. എമൗണ്ട് UGക്ക് 3,000, PGക്ക് 9,000. ഡോക്യുമെന്റ്സ് നീഡഡ്, UGയുടെ ആണെങ്കിൽ SSLCയും +2 മാർക്ക് ലിസ്റ്റും, PGയുടെ ആണെങ്കിൽ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടതാണ്. ടോപ്പ് 5 സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ഇതെല്ലാം മേൽപ്പറഞ്ഞ സൈറ്റുകളിൽ ലഭ്യമാണ്. അതായത് സ്റ്റേറ്റ് സ്കോളർഷിപ്സ് 10 in number, പോസ്റ്റ് മെട്രിക് 2 in number, മൈനോറിറ്റി സ്കോളർഷിപ്സ് 2 in number, സ്നേഹപൂർവം 1, and ഹയർ എഡ്യൂക്കേഷൻ 1. Then we have യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് 1. അപ്പൊ മൊത്തം 17 വിഭാഗങ്ങളിലാണ് ഈ സ്കോളർഷിപ്സ് വരുന്നത്. അങ്ങനെ 17 കാറ്റഗറിയിലുള്ള വിവിധ തലങ്ങളിലുള്ള സ്കോളർഷിപ്സ് ആണ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ സ്കോളർഷിപ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം സമ്പുഷ്ടമാക്കാൻ, അർത്ഥവത്താക്കാൻ സ്കോളർഷിപ്പുകൾ നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങൾക്ക് വളരെയധികം പഠന മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണിത്. അപ്പോൾ ഏതിലാണോ എലിജിബിലിറ്റി ഉള്ളത് മടിച്ചു നിൽക്കാതെ അതിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ള സ്കോളർഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെ ആ ആപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കോളേജ് ഓഫീസിൽ സ്കോളർഷിപ്പ് സെക്ഷൻ ഉണ്ട്. അത് കൈയാളുന്നത് സിസ്റ്റർ ഹെയ്സലാണ്. സിസ്റ്ററെ ഏത് സമയത്തും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്, സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസൻറ്റേഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.